dear, welcome to Zad Science. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സിഗരറ്റ് ബോട്ടത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, നമ്മളുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള സിഗരറ്റ് ബോട്ടത്തിന്റെ. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഒരു എൻക്വയറി, ഒരു റെസ്പോൺസ് ആണ് നിങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോ അത് പ്രകാരം നമുക്ക് ഒരുപാട് കമന്റ്സും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. പലാസ ബോട്ടം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും പലാസോ എന്ന് പറയുന്നത്. എന്റെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടം ആണ് പലാസോ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾക്കൊരു ജോലി ടൈമിലാണെങ്കിലും നമുക്കൊരു ബിസി ടൈമിലൊക്കെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ബോട്ടം ആണ് പലാസോ ബോട്ടം. അപ്പോൾ പലാസോ ബോട്ടത്തിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പലാസോ ആണ്. ഞാനിപ്പോ ഷോപ്പിലേക്കാണെങ്കിലും ഞാൻ ഏത് തരം ടോപ്പ് ഇട്ടാലും ഞാൻ പലാസോ ആയിരിക്കും അതിനെ ചൂസ് ചെയ്യുന്നത്. ഷോപ്പിലേക്ക് വരുമ്പോൾ പേഴ്സണലി അല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ അങ്ങനെയൊന്നും അല്ല, ഷോപ്പ് വെയർ ആയിട്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പലാസോ ബോട്ടം ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ സൈഡ് ഓപ്പൺ ഇട്ടാലും അംബർല ഇട്ടാലും എല്ലാം ഞാൻ ബോട്ടം ചൂസ് ചെയ്യുന്നത് പലാസോ ആയിരിക്കും. കാരണം നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടം ആണ് പലാസോ. അപ്പോൾ ആ രീതിയിൽ വന്നേക്കുന്ന കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ മാത്രമല്ല, ഇത് നമ്മുടെ ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഗ്യാരണ്ടി ഒക്കെ നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ഞാൻ എപ്പോഴും പലാസോ യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇതിന്റെ നമുക്ക് വരുന്ന എന്താ പറയാ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. നമ്മുടെ ഈ ഒരു പോർഷൻ ഞാൻ പാന്റ് കാണിക്കാം. റെഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു പോർഷനൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് പൊട്ടിപ്പോവും. പലാസോ ലൂസ് ആണെങ്കിൽ പോലും സ്റ്റിച്ചിങ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ചില ബോട്ടത്തിന്റെ പിഞ്ചി പോവും, മെറ്റീരിയൽ പിഞ്ചി പോവും. അതൊക്കെ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പലാസോ ബോട്ടത്തിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് കവർ ചെയ്തിട്ട് വേണം എനിക്കൊരു ഐറ്റം കൊണ്ടുവരാൻ എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പലാസോ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗമൊന്നും പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ലോക്ക് വരെ കൊടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ചും അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ലോക്കും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് പൊട്ടിപ്പോവില്ല. റയോൺ ഫാബ്രിക് ആണ്, നമ്മളിത് ക്വാളിറ്റി റയോൺ ഫാബ്രിക് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിഞ്ചി പോവില്ല. അങ്ങനെ എല്ലാ രീതിയിലും ക്വാളിറ്റി ബേസ് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബോട്ടം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്നൊന്നും കാണിക്കാം. കണ്ടില്ല, ഞാൻ നോർമൽ ഷോപ്പിൽ നിന്നൊരു ചുരിദാർ എടുത്തിട്ട് അതിന്റെ ഉള്ളിലായിട്ടാണ് അതിന്റെ സെയിം കളർ ചൂസ് ചെയ്തിട്ട് ഒരു പലാസോ ബോട്ടം ആണ് ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നല്ലൊരു ലൂസും കംഫർട്ടും ഒക്കെ തരുന്ന രീതിയിലാണ് ഈ ഒരു ബോട്ടം വരുന്നത്. ഇതിന്റെ ഒരു പിക്ക് ഞാൻ കാണിക്കാം. ഈ ഒരു രീതിയിലാണ് സെൻട്രലായിട്ട് ഇതുപോലെ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ നമുക്ക് കളേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ എടുത്ത് വെക്കുവാടാ. കണ്ടില്ലേ, എല്ലാ കളേഴ്സിന്റെയും നെയിം പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്ലൂ, ഓഫ് വൈറ്റ്, എന്താ പറയാ, ഓരോരോ കളേഴ്സ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ടോപ്പ് ഉണ്ടാവില്ല, കാരണം ഞാൻ കളേഴ്സ് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ ബോട്ടം ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ അണ്ടർസ്കേർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്കൊക്കെ നമുക്ക് വെയർ ചെയ്യണമെങ്കിലും അങ്ങനെയും പുറത്തേക്കും ഒക്കെ നമുക്ക് വെയർ ചെയ്യാം. ഒരുവിധം നമുക്ക് വേണ്ട എല്ലാ കളേഴ്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. കണ്ടില്ലേ, ഇതാണ് കളേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 350 ആണ്, 350 ആണ്. ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ആട്ടോ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ എടുത്തെടുത്ത് പറയാണ്, അത്രയും നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പൊട്ടിയൊന്നും പോവാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും ആണ് നമ്മുടെ ഏതൊരു എന്താ പറയാ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഐറ്റം എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്നത് അതിന്റെ ഫിറ്റിങ്ങും അതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ മെറ്റീരിയലും ആയിരിക്കും. ഞാൻ എപ്പോഴും ഓൺ പ്രൊഡക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്റ്റിച്ചിങ് ഒക്കെയാണ്. കാരണം നമുക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോസിൽ എടുത്തെടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്.
അപ്പോ ഇതിന്റെ സൈസസ് ഉള്ളത് XL, XXL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജസിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ സൈസുകൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഐറ്റം ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ കളർ ഒന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു കളർ ഒന്നും ചൂസ് ചെയ്യണ്ട, നമുക്ക് എല്ലാ ടോപ്പിനും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.